സി ദിവാകരൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്നവർ ഈ ചില സ്ഥാപനവൽക്കരിക്കപ്പെട്ട സംഘടനകളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട വോട്ട് ബാങ്കിൻ്റെ താക്കോൽ കയ്യിലുള്ളവരെടുത്ത് പണവുമായി പോയാൽ വോട്ട് കിട്ടുമെന്നാണ് കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സി ദിവാകരൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞത്. ലത്തീൻ CI സഭകളൊക്കെ ആ രീതിയിൽ പണം വാങ്ങുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അവിടെ വോട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്ക് അറിയില്ല അവിടുത്തെ കാര്യം. എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സി ദിവാകരൻ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് പണക്കാരന്മാരുടെ 2 സ്ഥാനാർത്ഥികളാണ്. ചെറിയ പണമല്ലാതെ വോട്ട് ബാങ്കിൻ്റെ താക്കോലുമായിരിക്കുന്ന ചില ആളുകളുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്, വലിയ ആളുകളാണ്. അവർ ഇത് തുറക്കണം. അവർ തുറന്നാൽ ജയിക്കും. ഞാൻ ഈ പറയുന്ന ആളുകളെല്ലാം പോയി പലതവണ കണ്ടു. അവരെനിക്ക് അനുഗ്രഹം തന്നു, ചായ തന്നു, കേക്ക് തന്നു, ബിസ്ക്കറ്റ് തന്നു. എനിക്ക് വോട്ട് തന്നില്ല, എനിക്കറിഞ്ഞൂടാ. എൻ്റെ തിരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ സംഘടിതമായ നീക്കമെല്ലാം ഉണ്ടായെങ്കിലും ക്രമേണ അത് എവിടെയൊക്കെ പാളിപ്പോയി. എനിക്കതൊന്നും നിയന്ത്രിക്കാനൊന്നും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിയില്ല. ആദിൽ പാലോട് ചേരുന്നു. അതിലെ എന്താണ് സി ദിവാകരൻ പറയുന്നത്? പണം കൊടുത്താലേ വോട്ട് കിട്ടൂ, ചില വോട്ട് ബാങ്ക് കേന്ദ്രങ്ങളുടെ താക്കോലുള്ളവർക്ക് പണം കൊടുക്കണം എന്നാണ്. ആരെയാണ് ഉദ്ദേശിച്ചത്? തിരുവനന്തപുരത്തെ പണമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് കഴിഞ്ഞ സ്ഥാനാർത്ഥി പറയുന്നത്. കഴിഞ്ഞ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ തർക്കത്തിന് പോകേണ്ട കാര്യമില്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. മറ്റൊന്ന്, ചില വോട്ട് ബാങ്കുകളുണ്ട്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. വോട്ട് ബാങ്കുകളുണ്ട്, വോട്ട് ബാങ്കിന്റെ താക്കോലുമായി ചിലർ ഇരിക്കുന്നുണ്ട്. അവർക്ക് പണം കൊടുത്താൽ ആ വോട്ട് ബാങ്ക് തുറക്കും, അങ്ങനെയാണെങ്കിൽ അവർ ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കണ്ടമാനം പണമിറക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇടപെടാനെങ്കിലും കഴിയുകയുള്ളൂ എന്നാണ് സി ദിവാകരന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. താൻ കുറേ വോട്ടുകൾ ശേഖരിച്ചു വെച്ചിരുന്നു, എന്നാൽ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് അതൊക്കെ ചോർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. താൻ CSI ലത്തീൻ സഭ ആസ്ഥാനങ്ങളിൽ പലതവണ പോയി, പക്ഷേ തനിക്ക് പ്രാർത്ഥന മാത്രമാണ് കിട്ടിയത്. പ്രാർത്ഥനയും കേക്കും ഒക്കെ കിട്ടി, അതൊക്കെ കഴിച്ചു. പക്ഷേ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ തനിക്കറിയില്ല എന്ന ഒരു മറുപടിയാണ്. പരോക്ഷമായി CSI ലത്തീൻ സഭ നേതാക്കളെ വിമർശിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും നടക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന ഒരു സൂചനയിലേക്കാണ് സി ദിവാകരന്റെ വാചകങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത്. അരുൺ. ഓക്കെ, താങ്ക് യു. അതിൽ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന കൂടി സി ദിവാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ സി ദിവാകരൻ നടത്താൻ സാധ്യതയുണ്ടെന്ന്. അതിലാണ് നമുക്കൊപ്പം ചേർന്നത്. അതിൽ തിരുവനന്തപുരത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിയത്.